ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗേവർ എന്ന് പറയുന്ന ഒരു രാജസ്ഥാനി ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഭയങ്കര ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പിയുമാണ്. രക്ഷാബന്ധൻ എന്തോ സ്പെഷ്യൽ സ്വീറ്റാണെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. 2-3 ദിവസമായിട്ട് ഫീഡ്സിൽ ഇങ്ങനെ ഇതിൻ്റെ വീഡിയോസാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി. എന്നാലും ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബോൾ എടുത്തിട്ട് ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പീസ് ഐസ് ഇട്ടിട്ട് നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ബീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒഴിച്ച് കൊടുത്ത നെയ്യ് കട്ടിയായിട്ട് വരും, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വരും. പിന്നെ ആ ഐസ് ഇങ്ങനെ മെൽറ്റായി വരുമ്പം അതിൽ വരുന്ന ആ എക്സസ് വാട്ടറില്ലേ, അതൊന്ന് ഒഴിവാക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദപ്പൊടി, ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതിനെ കൊണ്ട് മാത്രം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയായി എടുക്കുന്നുള്ളൂ. അപ്പം 1/2 കപ്പ് മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബേസൻ പൗഡർ, നമ്മളെ കടലമാവ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ക്രംസ് പോലെ ആക്കിയിട്ടെടുക്കുക. മീൻസ് എന്താ പറയുക, നമ്മൾ ഈ പുട്ടിനൊക്കെ കുഴക്കുന്നില്ലേ, ആ ഒരു പരുവത്തിലാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കോൾഡ് വാട്ടർ 1.5 കപ്പ് എടുക്കുന്നുണ്ട്. കുറേശ്ശെ ആയിട്ട് വെച്ച് ലംസ് ഇല്ലാണ്ടാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനർ വെച്ച് അരിച്ചെടുക്കുക, ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ഐസിൻ്റെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. കുറച്ച് തണുപ്പിൽ വേണം ഇത് ഉണ്ടാക്കാൻ. ബാറ്റർ കുറച്ചും കൂടെ ലൂസാക്കാൻ വേണ്ടി 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിരുന്നു. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ അധികം നീളമില്ലാത്ത പാത്രം വേണം എടുക്കാൻ, കാരണം അത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് എടുക്കുമ്പം ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല ചൂടായതിന് ശേഷം അതൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം ഒരു സ്കൂപ്പ് ഒഴിച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സ്കൂപ്പ് ഒഴിച്ചാൽ മതി. അപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ടെക്സ്ചർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഓരോരോ സ്കൂപ്പ് അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതെല്ലാം ചപ്പാത്തി ആയിപ്പോവും. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതൊന്ന് ഫ്രൈ ആയി വരുമ്പം സൈഡ്സൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. എന്നിട്ട് മിഡിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. ഞാൻ അത് തിന്നായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെറും 5 സ്കൂപ്പേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം, ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം അത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുക. ശ്രദ്ധിച്ചിട്ട് എടുത്ത് മാറ്റണം, അത് പൊട്ടിപ്പോരുത്. അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അത് സ്ട്രെയിനറിലേക്ക് വെച്ച് കൊടുക്കാം. ഓയിൽ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനൊരു പ്രാവശ്യം കൂടെ കാണിക്കാം. അപ്പം എണ്ണ നല്ല ചൂടായി വരുമ്പം ഒരു സ്കൂപ്പ് എടുത്തിട്ട് കുറച്ച് മേലെ പൊക്കി വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോഴേ ഡ്രോപ്പായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്കൂപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു 4-5 സ്കൂപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ 3 എണ്ണമാണ് ഞാൻ ഈ മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഷുഗർ സിറപ്പാണ്, പിന്നെ റബഡിയും വേണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടെ വെച്ച് കുറച്ച് തിക്കായതിന് ശേഷം ഓഫ് ചെയ്തു. റബ്ഡി ഉണ്ടാക്കുന്നത് പാലും ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ടാണ്. അത് ഞാനിപ്പം വീഡിയോ കാണിച്ചിട്ടില്ല. ഇനി ആ ഷുഗർ സിറപ്പ് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് ഇതിൽ തോന്നിയൊരു കാര്യം, ഈ മാവിൽ ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നി. അത് അവരുണ്ടാക്കുന്ന അത്രയും ഇത് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മേലെ റബ്ഡി ഒഴിച്ചു കൊടുക്കാം. റബ്ഡി ഓപ്ഷണൽ ആട്ടോ, ഇതില്ലെങ്കിൽ വെറും ഷുഗർ സിറപ്പ് മാത്രം ഒഴിച്ചിട്ടും കഴിക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ബദാമും പിസ്തയും ഡ്രൈ റോസ് പെറ്റൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യുക. See you with the next video. Thank you for watching.